മുഹമ്മദ് ഷെയ്ദുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷെയ്ദ്, ഈ ആളുകളെ കാണുമ്പോൾ തന്നെ അൻവറിന്റെ ആത്മവിശ്വാസം മുഖത്തൊന്നുകൂടി കൂടിയിട്ടുണ്ട്, ആ എൻട്രി മാസാവുകയും ചെയ്തിട്ടുണ്ട്. പറയൂ. അക്ഷയ, തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിനെ ഇളക്കി മറച്ചിരിക്കുകയാണ് അൻവർ, പി വി അൻവർ MLA എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. കാരണം നിലമ്പൂരിൽ താൻ ആരുടെയും CPM-ന്റെയോ ഇടതുപക്ഷത്തിന്റെയോ മറ്റാരുടെയും പിന്തുണയിലല്ല നിൽക്കുന്നത് എന്ന് അൻവർ തെളിയിച്ചിരിക്കുകയാണ്. താൻ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് വോട്ട് വാങ്ങിയാണ് MLA ആയത്. ആ ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അൻവർ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്നതായി മാറി ഈ പൊതുയോഗം എന്നുള്ളത് പറയാതെ വയ്യ. അത് അങ്ങനെ പറയുമ്പോൾ അൻവറിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് വലിയ വിജയമായി മാറിയിരിക്കുന്നു. പൊതുസമ്മേളനം വിളിച്ച് തന്റെ ജനകീയമായ ശക്തി തെളിയിക്കുക എന്നുള്ള ലക്ഷ്യം അത് വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ജനക്കൂട്ടം അത് നിലമ്പൂരിലുള്ള അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള അനുയായികളുണ്ട്. പക്ഷേ അതിനപ്പുറം നിലമ്പൂരും കടന്ന് മലപ്പുറം ജില്ലയും കടന്ന് പാലക്കാടും കോഴിക്കോടും ഉൾപ്പെടെയുള്ള വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുവരെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ ജനക്കൂട്ടം എത്തിയെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ സംസാരിച്ചിരുന്നു, പല ജനങ്ങളുമായും ആളുകളുമായും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾ ഇത്രയും കാലം CPM പ്രവർത്തകരായ അല്ലെങ്കിൽ CPM അനുഭാവികളായി നിന്ന ആളുകളാണ്, CPM-ന് വോട്ട് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് പക്ഷേ ഈ അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ പുറത്താക്കി CPM-ഉം സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ ഞങ്ങൾ ഇനി തിരിച്ച് CPM-ന്റെ കൂടെ നിൽക്കില്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അൻവറിന് ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുന്നു. ചില ആളുകൾ ഒന്ന് സമാധാനപ്പെടേ, ഒന്ന് സമാധാനപ്പെട്ടെങ്കിൽ ഇവിടെ മൈക്ക് നാശമായിട്ടുണ്ട്, ഫാന് പോയിട്ടുണ്ട്, സ്പീക്കർ കണക്ഷൻ പോയിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് സ്വയം നിയന്ത്രിച്ചാൽ ഏറ്റവും നന്നായിരുന്നു. ദയവ് ചെയ്ത് നമ്മുടെ ഈ പരിപാടി വിജയിക്കുവാൻ വേണ്ടി ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സെൽഫ് കൺട്രോൾ എല്ലാവരും ദയവ് ചെയ്ത് ഈ മീഡിയാസിന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ദയവ് ചെയ്ത് ഫ്രണ്ട് വശം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കേണ്ടതാണ്. ആ മീഡിയാസിന് സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മളിവിടെ കൂടിയ മാത്രം ജനങ്ങൾക്കല്ല, ഈ വിഷയത്തിൽ ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിപാടി വീക്ഷിക്കാൻ നിൽക്കുകയാണ് നാടിന്റെ നാനാഭാഗത്തും. അത് മീഡിയയിലൂടെ മാത്രമേ നമുക്ക് എത്തിക്കാൻ കഴിയൂ. രണ്ട് വിഭാഗം സൈഡിലേക്കൊന്ന് മാറിക്കൊടുത്ത് മീഡിയക്കാർക്ക് ഇതൊന്ന് കവർ ചെയ്യാനുള്ള സാഹചര്യം ദയവായി ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും സ്വയം ഒന്ന് ലേശൊന്ന് ബാക്കിലേക്ക് ഒതുങ്ങിയാൽ രണ്ട് സൈഡും ചെറിയ ഗ്യാപ്പുണ്ടല്ലോ, ഒന്ന് ചെയ്താൽ നമുക്ക് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഫ്രണ്ട് ഒന്ന് ഒഴിവാക്കി കൊടുക്കും ബാബു. നമ്മളെ ലൈവൊക്കെ കട്ടായി കിടക്കുകയാണ്. അപ്പൊ അതൊന്ന് റെഡിയാക്കിയാൽ മാധ്യമപ്രവർത്തകരെവിടെ, മാധ്യമങ്ങൾ എവിടെ നിൽക്കുന്നത് പോലെ ക്യാമറ സെറ്റാണോ? ആയിക്കോട്ടെ. ഈ വലതുവശത്തു നിന്ന് ഒന്ന് മാറിക്കൊടുക്കണം വിനീതമായി അഭ്യർത്ഥിക്കാണ്. അവിടെ കട്ടായിട്ടുണ്ട്, അവിടെ സിഗ്നൽ കിട്ടുന്നില്ല അവർക്ക്. ഒന്ന് മാറിക്കൊടുക്കും. ഒഫീഷ്യൽ ലൈവാണ്. ഈ ഭാഗം പ്രത്യേകം സഹായിച്ചു.